പിന്നെ പോണ ദിവസം ഞാൻ പോവും. പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരും. അവർക്കും അവിടെ പച്ചക്കറിയൊക്കെ വേണ്ടേ. ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അവർ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. തീരെ തീരെ ഓരോന്നോരോന്ന് വയ്ക്കും. പിന്നെ പപ്പയ്ക്ക് വയ്യ. പപ്പയ്ക്കാണെങ്കിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തിരിയണം. എത്ര വയ്യ എന്നാലും വേല ചെയ്യാതിരിക്കില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മരം വെട്ടക്കവും ഷീറ്റടിക്കും അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. അമ്മ പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ട്. പിന്നെ ഞാൻ പിന്നെ സൂപ്പിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഓരോ പാർസലാക്കി വെക്കണം. അപ്പം എടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഓരോ കവറായിട്ട് എടുക്കാൻ. ഒരു ബോക്സിൻ്റെ അകത്ത് അങ്ങനെ ആക്കി വയ്ക്കുമ്പം അതങ്ങ് ഇരുന്നോളുമല്ലോ. അതുകൊണ്ട് പാർസൽ അങ്ങനെ ആക്കി വയ്ക്കണത്. ഓരോ ദിവസം ഓരോന്ന് എടുക്കാമല്ലോ. അങ്ങനെ അതങ്ങ് വൃത്തിക്ക് അങ്ങനെ ഇരുന്നോളും. അങ്ങനെ പാർസലാക്കി വയ്ക്കുമ്പോഴേ അങ്ങനെ അടുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കൊള്ളൂല, എന്നാലും ഞാൻ വൃത്തിയൊക്കെ വച്ചു. കൊള്ളിച്ചല്ലേ പറ്റും. അതുകൊണ്ട് അങ്ങനെ കൊള്ളിച്ച് ഇരുത്തി ചപ്പി വെച്ചു. പിന്നെ ഒരു പാർസലെടുത്ത് ഞാൻ വെളിയിൽ വെച്ച് അന്നത്തേക്ക് വേണ്ടി. അന്നും വെക്കണമല്ലോ. സൂപ്പൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് മസാലകളൊക്കെ തന്നെ ഇട്ട് വയ്ക്കുക. അവർക്കാണെങ്കിൽ ശ്വാസം മുട്ടലും ഇതൊക്കെ വരും, ചുമയൊക്കെ വരും. പിന്നെ എന്തെങ്കിലും കുരുമുളകൊക്കെ തൊണ്ടയിൽ കയറുകയാണെങ്കിൽ നാവി കയറി വെള്ളം പോലത്തെയൊക്കെ അവർക്ക് സൂപ്പ് പോലെയുള്ള സാധനങ്ങൾ കുടിക്കുമ്പം ചുമയ്ക്കും. അങ്ങനെയാണ്. ട്യൂബൊക്കെ തൊണ്ടയിൽ ഇട്ടിരുന്നതാണ് നേരത്തെ. അതുകൊണ്ട് അവർക്ക് ചുമയ്ക്കും. അതുകൊണ്ട് ഞാൻ സ്പൈസസ് എല്ലാം കുറച്ച് തന്നെ ഇട്ട്, നമുക്ക് അളവിന് തന്നെ ഇട്ട്. പിന്നെ വെളിയിൽ കൊണ്ടുവച്ച് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്ത് വെളിയിലൊക്കെ കൊണ്ടുവച്ച് വെളിയിലടുപ്പിലാണ്, വിറകടുപ്പിൽ വെച്ചാണ് സൂപ്പ് ഉണ്ടാക്കിയത്. പിന്നെ വലിയ അടുപ്പായതുകൊണ്ട് അതാണ് വലിയ ചട്ടി വെച്ചത്. അങ്ങനെ സൂപ്പ് റെഡിയായോണ്ടിരിക്കുകയാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടു. അങ്ങനെ നിറയെ ഇട്ടില്ല. അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പ് കാണിക്കാത്തതൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഷോർട്ടായിട്ട് പെട്ടെന്ന് തീരെ വീഡിയോ ലെന്താക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെള്ളം വീത്തണതൊന്നും കാണിക്കാത്തത്. അങ്ങനെ ഒരാൾക്കുള്ള സൂപ്പാണല്ലോ, അങ്ങനെ നിറയെ വെള്ളം വെച്ച് അങ്ങനെ വെക്കണ്ട. അതുകൊണ്ട് അങ്ങനെ പാപ്പുവിന് മാത്രമാണ്, ഇവിടെ വേറെ ആരും കുടിക്കത്തില്ല. സൂപ്പൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കണേ. കുറേ നേരം വെച്ച് പിന്നെ ചെറിയ തീയിലൊക്കെ വറ്റിച്ചാണ് എടുത്തത്. ചെറിയ